ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗിൽ നമ്മൾ ലഞ്ച് പ്ലേറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസാണ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പപ്പായൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നൊരു തലക്കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, മുളകിട്ട തലക്കറി. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉലുവ പൊട്ടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഉലുവ പൊട്ടിക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് വഴറ്റുന്നതിൻ്റെ ഇടയിൽ കൂടെ ഉലുവ ഇട്ട് കൊടുത്തു. പൊട്ടിയിട്ടൊന്നുമില്ല, എന്നാലും ഉലുവൻ്റെ ഇട്ട് കൊടുത്തില്ല എന്നുള്ള ഒരു സങ്കടം വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉലുവ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത് ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. എല്ലാവരും ലാസ്റ്റാണ് ഉപ്പിട്ടെടുക്കാൻ തോന്നുന്നു, ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മളപ്പോഴേക്കും പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ കറിക്ക് കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ചേർക്കണം, ഞാനത് മറന്നുപോയി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പുളി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ പുളി ചേർത്ത് കൊടുക്കുമ്പോൾ പുളി ബാലൻസ് ചെയ്യാൻ കുറച്ച് നോർമൽ വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചെറിയ ഉള്ളി ചതച്ചത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു തല. അങ്ങനെ അതിൻ്റെ ഇടയിൽ കറി തിളക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് നമുക്കൊരു പാസ്തയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കറി നന്നായിട്ട് വറ്റി വരുന്ന സമയത്താണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് വൈകിട്ടത്തേക്കും ഉച്ചക്കൊക്കെ വേണ്ട കാരണം ഞാൻ അത്ര അങ്ങോട്ട് വറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് വറ്റിച്ചിട്ട് കറി വെക്കുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഇനി ലാസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ തലക്കറി. പിന്നെ അതുപോലെ കുറച്ച് ടൈം വെച്ചതിൻ്റെ ശേഷം കഴിക്കുന്നതായിരിക്കും കേട്ടോ അടിപൊളി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പ്ലേറ്റിന് നമുക്കൊരു തലക്കറി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, പപ്പായൻ്റെ ഉപ്പേരി ഉണ്ട്, കൊണ്ടാട്ടമുളക് ഉണ്ട്, പപ്പടം ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.